രാമായണ മാസത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്നു. 43 വർഷം മുമ്പ് RSSന്റെ മുൻകൈയിൽ എറണാകുളത്ത് നടന്ന വിശാല ഹിന്ദു സമ്മേളനമായിരുന്നു രാമായണ മാസാചരണം തുടങ്ങാൻ തീരുമാനിച്ചത്. മുതിർന്ന നേതാക്കളായ പി മാധവനും പി പരമേശ്വരനും അടക്കം നേതൃത്വം നൽകിയ സമ്മേളനം 1982 ഏപ്രിൽ 4-5 തീയതികളിലാണ് ചേർന്നത്. എന്തായാലും കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമി അയിത്ത അനാചാരങ്ങൾക്കെതിരെ സഹോദരനയ്യപ്പനടക്കം നടത്തിവന്ന മതവിമർശനങ്ങളും പുരോഗമന കലാസാഹിത്യ സംഘമടക്കം നടത്തിയ പ്രവർത്തനങ്ങളുമൊക്കെ മറ്റൊരു തരത്തിൽ ഇങ്ങനെ സമാന്തരമായി പ്രവർത്തിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇവിടെ രാമായണ മാസം എന്നതിലേക്ക് വരുന്നത്. രാമായണ മാസം പിന്നീട് വളരെ സാർവത്രികമായി മാധ്യമങ്ങളെല്ലാം അത് സജീവമായി ഏറ്റെടുക്കുന്നു. ആ നിലയ്ക്ക് അതിനൊരു മതാചാര സ്വഭാവം തന്നെ കൈവന്നിരിക്കുന്നു. നമുക്ക് കണ്ടുവരാം രാമായണ മാസാചരണത്തിൻ്റെ ചരിത്ര വഴി. കൊല്ലവർഷം കർക്കടകം 1-ലെത്തിയപ്പോൾ കേരളത്തിൽ രാമായണ മാസാചരണത്തിനും തുടക്കമായിരിക്കുന്നു. പഞ്ഞമാസമായ കർക്കടകം രാമായണ മാസമാകുന്നത് ആധുനിക കേരളത്തിലെ ചരിത്ര രാഷ്ട്രീയ സന്ദർഭമാണ്. രാമായണം കത്തിക്കലിന് ആഹ്വാനം ചെയ്തത് സ്വാതന്ത്ര്യത്തിനു മുൻപ് ശക്തിപ്പെട്ട അയിത്തത്തിനെതിരായ നവോത്ഥാന മുന്നേറ്റങ്ങളാണ്. അന്ന് കേരളത്തിലെ സവർണ ഹിന്ദുക്കൾ രാമായണം അവരുടെ മാത്രം ഇതിഹാസമാക്കി മാറ്റാൻ ശ്രമിച്ചു. അതിന്റെ ബാക്കി പത്രമായിരുന്നു വിശാല ഹിന്ദു ഐക്യം ആഹ്വാനം ചെയ്ത് 1980കളിൽ തുടക്കം കുറിച്ച രാമായണ മാസാചരണം. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വലിയൊരു പ്രദേശത്തെ സ്വാധീനിച്ച കാലാതീതമായ ഇതിഹാസമാണ് രാമായണം. ഭിന്ന പാഠഭേദങ്ങളും വിഭിന്ന വ്യാഖ്യാന രൂപങ്ങളുമായി വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച മഹാ ഇതിഹാസമാണിത്. ഈ രാമായണ മാസക്കാലത്തും മലയാളി രാമകഥ ആവർത്തിച്ച് വായിക്കുന്നു. ലോകമെമ്പാടും പടരുന്തോറും വളർന്നു വലുതായ ആ മഹാ ഇതിഹാസത്തെ ഓരോ വായനയിലും നമ്മൾ ജീവിത ആത്മീയ പരിസരങ്ങളോട് ചേർത്തുവെക്കുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. മലയാള മാസം കർക്കിടകം 1-നാണ് രാമായണ മാസം കേരളത്തിൽ ഇപ്പോൾ തുടങ്ങുന്നത്. രാമായണ മാസാചരണം തുടങ്ങിയിട്ട് നേരത്തെ പറഞ്ഞല്ലോ 43 വർഷമൊക്കെയായി. അപ്പോൾ അതങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനുശേഷം ഇപ്പോൾ നമുക്ക് രാമൻ എന്ന സങ്കല്പത്തിലേക്ക് പോയാൽ അതൊരൊറ്റ രൂപമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ദക്ഷിണേഷ്യയിലാകെ പടർന്നതാണ് രാമൻ എന്ന പാരമ്പര്യം. അത് ഏകശിലാത്മകമല്ല. രാമനെ വിവിധ രൂപങ്ങളിലും സങ്കല്പങ്ങളിലും രാജ്യത്തും പുറത്തുമൊക്കെ ആരാധിക്കുന്നുണ്ട്. മര്യാദാ പുരുഷോത്തമനായി, ആനന്ദരാമനായി, ആത്മീയരാമനായി, നാടോടി രാമനായി, കാവ്യാത്മക രാമനായും വീരനായക രാമനായും ഭക്തി പ്രസ്ഥാനത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഈ രാമഭക്തി ഇന്ത്യയിലും വ്യാപകമാകുന്നത്. രാമായണം പല വിധമുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള വാൽമീകി രാമായണം മാത്രമല്ല രാമകഥ. രാമകഥയുടെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളായി 300ഓളം രാമായണങ്ങളുണ്ട്. ആശയവും ഘടനയും ശൈലിയും അർത്ഥവും എല്ലാം വ്യത്യസ്തമായ രാമായണ കഥകൾ. വസിഷ്ഠ രാമായണം, അഗസ്ത്യ രാമായണം, ബംഗാളി രാമായണം, ഭവരത രാമായണം, കൊങ്കിണി രാമായണം, ബുദ്ധരാമായണം, ജൈന രാമായണം, ഗോവിന്ദ രാമായണം, മാപ്പിള രാമായണം, ഇങ്ങനെ ഒട്ടേറെ രാമായണങ്ങൾ. രാമന് മാത്രമല്ല, രാവണനും സീതയും മുഖ്യ കഥാപാത്രങ്ങളായുള്ള രാമായണങ്ങൾ പോലുമുണ്ട്. രാവണനെ കൂടുതൽ ഉത്കൃഷ്ടനായും രാമനെ ചില നേരം തെറ്റുകാരനായും വ്യാഖ്യാനിക്കുന്ന പാഠഭേദങ്ങളുമുണ്ട്. വാൽമീകി രാമായണത്തിൻ്റെ സ്വതന്ത്ര ആവിഷ്കാരമാണ് എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം. കമ്പർ തമിഴിലേക്ക് വിവർത്തനം ചെയ്ത കമ്പരാമായണം വാൽമീകി രാമായണത്തിൻ്റെ സ്വതന്ത്രാഖ്യാനമാണ്. രാമചരിതമാനസം തുളസീദാസൻ്റെ വ്യാഖ്യാനത്തിലെ ഭക്തിപ്രധാന രാമായണമാണ്. രാമായണത്തിലെ സന്ദർഭങ്ങൾ മാപ്പിളപ്പാട്ട് ശൈലിയിൽ എഴുതിയ മാപ്പിള രാമായണമുണ്ട്. ബുദ്ധമതത്തിലെ ദശരഥ ജാതകത്തിലും ജൈനമതത്തിലെ പൗമചര്യത്തിലും രാമകഥയുണ്ട്. ജൈനസങ്കല്പത്തിലെ രാമസങ്കല്പം രാവണനോട് ആരാധന തോന്നും വിധമാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പ്രതിനായകൻ്റെ എല്ലാ ദൂഷ്യവശങ്ങളും ഇല്ലാത്ത പണ്ഡിതനും നീതിമാനുമായ രാവണനെ കാണുന്ന രാമായണങ്ങളുമുണ്ട്. നാടോടി രാമായണം തുടങ്ങുന്നത് രാവണനിലും സഹോദരി മണ്ഡോദരിയിലുമാണ്. ഫോക്ലോറായും പ്രാദേശിക കലാ അവതരണങ്ങളായും പ്രാദേശിക രാമായണ വകഭേദങ്ങളും നിരവധിയുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല രാമായണം. ടിബറ്റ്, ബർമ്മ, ഇന്തോനേഷ്യ, കംബോഡിയ, ലാവോസ്, തായ്ലൻഡ്, മലേഷ്യ, ശ്രീലങ്ക, ഫിലിപ്പൈൻസ്, ചൈന, അങ്ങനെ 100 രാമായണങ്ങൾ. ഹിന്ദുത്വ പ്രോജക്റ്റിൻ്റെ രാമൻ പ്രധാനമായും ശത്രു സംഹാരകനും വില്ലാളി വീരനും രാമരാജ്യ സ്ഥാപകനുമായി രാമനെ അവതരിപ്പിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. രാമാനന്ദ് സാഗർ പരമ്പരയിലെ ശ്രീരാമ സങ്കല്പമാണ് ഹിന്ദുത്വ പ്രോജക്റ്റിൻ്റെ ആധുനിക പ്രോട്ടോടൈപ്പ്. പരമ്പരയുടെ നിർമ്മാതാക്കൾ അവതരിപ്പിച്ചത് അവരുടെ മാത്രം കാഴ്ചപ്പാടിലുള്ള ഒരു രാമായണമായിരുന്നു. ഒരു രാമായണത്തിലും അന്നോളം കേട്ടിട്ടില്ലാത്ത സന്ദർഭങ്ങൾ ടെലിവിഷൻ രാമായണത്തിലും ഉണ്ടായി. ടെലിവിഷൻ്റെ സ്വാധീനം കൊണ്ട് ദേശീയ സാംസ്കാരികതയുടെ പ്രകാശനമായി പരമ്പര മാറുകയും ചെയ്തു. രാമജന്മഭൂമി പ്രക്ഷോഭ അനുകൂല സാംസ്കാരിക പരിസരം രൂപപ്പെടുത്തുന്നതിൽ ഈ പരമ്പരയ്ക്ക് വലിയ പങ്കുമുണ്ടായിരുന്നു. രാമായണത്തിൻ്റെ പ്രാദേശിക വകഭേദങ്ങൾ ടെലിവിഷൻ രാമായണത്തിൻ്റെ ദൃശ്യപ്പൊലിമയിൽ മുങ്ങിത്താണു. എഴുതിയും എഴുതാതെയും ഫോക്ലോറായും പ്രചരിച്ച പാഠഭേദങ്ങൾ ഇതോടെ കാലഹരണപ്പെട്ടു. ഏറ്റവും വലിയ സാംസ്കാരിക നഷ്ടമെന്ന് ഇതിനെ ചരിത്രകാരി റോമില താപ്പർ വിശേഷിപ്പിക്കുന്നതും ഈ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മിക്കാം.
സനീഷ്, ഇപ്പോൾ ഈ രാമായണം ഒരു മഹാത്ഭുതമാണ് ആ നിലയ്ക്ക് നോക്കിയാൽ. എത്ര ആഖ്യാനങ്ങൾ ഏതെല്ലാം തരത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും കേരളത്തിൽ ഇപ്പോൾ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുള്ള കേരളത്തിൽ വളരെ കുറച്ച് ക്ഷേത്രങ്ങളാണ് രാമക്ഷേത്രങ്ങളുള്ളത്. 30 താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് ഒരുപക്ഷെ രാമക്ഷേത്രങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഒരു കൗതുകം കൂടിയുണ്ട്. രാമായണം എന്നത്, രാമായണ വായന എന്നതും രാമായണ മാസം എന്നതുമൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 43 വർഷം മുമ്പ് ഉണ്ടാകുന്നു. പക്ഷേ അതിനുശേഷം രാമായണത്തോടടുക്കുന്ന പലതരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഞാനിതൊക്കെ കാണുന്നത് മാതൃഭൂമിയുടെ രാമായണം ഇങ്ങനെ എല്ലാ വർഷവും ധാരാളം കോപ്പികൾ അച്ചടിച്ചു വരുന്നതും പിന്നീട് രാമായണ പരമ്പര തുടങ്ങുമ്പോൾ ആ പരമ്പരയുടെ സ്ക്രിപ്റ്റ് എല്ലാ ആഴ്ചയിലും കണ്ണച്ച പ്രസിദ്ധീകരിച്ച് മാതൃഭൂമിയിലൂടെ വരുന്നതും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. എന്തായാലും എങ്ങനെയാണ് തോന്നുന്നത് ഈ രാമായണം? അത് നമുക്ക് സമയമല്ലോ അധികം, അതായത് രാമായണത്തെ പറ്റി പറയാൻ ഒരുപാട് പറയാനുണ്ടല്ലോ. അതുമാത്രമല്ല, രാമക്ഷേത്രമൊന്നും ഇല്ല എന്നും പറഞ്ഞാലും കേരളത്തിലൊക്കെ എത്രയോ കാലമായിട്ട് മനുഷ്യർക്ക് എല്ലാ മനുഷ്യരുടെയും ജാതി മത വ്യത്യാസമായ രാമൻ്റെ കഥ എല്ലാവർക്കും അറിയാം, രാമായണത്തിലെ കഥ എല്ലാവർക്കും അറിയാം. രാമായണം അറിയാത്ത മലയാളികളില്ല. അതിമഹത്തായ ഒരു സംഗതിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കാവ്യമെന്നല്ല, ഒരു സാംസ്കാരിക സംഭവമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു 10 കാര്യങ്ങളെ അടയാളപ്പെടുത്തി അതിൻ്റെ നമ്പർ 1 or 2 ഒക്കെ ആയിട്ട് രാമായണം അവിടെ ഉണ്ടാകും. നമ്മൾ എൻ്റെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ഇന്തോനേഷ്യ. 82% പേര് അവിടെ മുസ്ലിങ്ങളാണ്. അവിടുത്തെ ഏറ്റവും വലിയ സാംസ്കാരിക സംഭവം എന്ന് പറയുന്നത് അവരെ മുഴുവൻ സ്വാധീനിക്കുന്നത്. അവിടെ നോട്ടിൽ പോലും രാമായണത്തിലെ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. ഇപ്പം നേരത്തെ ഇതിനകത്ത് നമ്മൾ കണ്ടല്ലോ ഹിന്ദുത്വ പ്രൊജക്റ്റ്. കേരളത്തിൽ RSS ആണ് അത് കൊണ്ടുവന്നത്. ഹിന്ദുത്വം RSS ഉണ്ടായത് 1925 100 കൊല്ലം മുമ്പാണ്. രാമായണം ഉണ്ടായത് 2300 കൊല്ലത്തിൻ്റെ പഴക്കമാണ് ചരിത്രകാരന്മാർ തന്നെ പറയുന്നത്. അപ്പോൾ RSSO അല്ലെങ്കിൽ അത്തരം ഹിന്ദു മതം തന്നെ ഉണ്ടാകുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു മഹാസംഭവമാണ് രാമായണം എന്നത്. അതെല്ലാ മനുഷ്യരുടേതുമാണ്. അതിനകത്ത് എനിക്ക് കർക്കിടകത്തിലൊക്കെ രാമായണം വായിക്കുന്നത് ഭയങ്കര, ഞാൻ വായിക്കാറുണ്ട് എന്നല്ല, പക്ഷേ അങ്ങനെ വായിക്കുന്നുവല്ലോ കേരളത്തിൽ എന്നത് എനിക്ക് വലിയ നല്ല സന്തോഷകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആര് ഉൽപ്പാദിപ്പിച്ചാണെങ്കിലും ആര് മുൻകൈ എടുത്ത് നടപ്പാക്കിയാണെങ്കിലും അത് വളരെ വളരെ നന്നായി. അത് 1980-കളിലൊക്കെയാണ് തുടങ്ങുന്നത്. 80-കളിൽ തുടങ്ങുന്നതിൻ്റെ കാരണം അതുവരെ കർക്കിടകം എന്ന് വെച്ചാൽ വളരെ പഞ്ഞക്കർക്കിടം. ആളുകൾക്ക് കവിത ഒന്നും ഇരിക്കാനൊന്നും പറ്റുന്ന ആളുകളല്ല. ബഹുഭൂരിപക്ഷ ആളുകളും ചുരുക്കം ആളുകൾ, സവർണ്ണ ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ബഹുഭൂരിപക്ഷ ആളുകൾ, പക്ഷേ 80-കളിൽ എഴുത്തും വായന അറിയണം. 80-കളിൽ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി. നമ്മൾ ഗൾഫിലൊക്കെ പോയിട്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി. അതുകൊണ്ട് ചില ആളുകൾ മുൻകൈ എടുത്തപ്പോൾ അതങ്ങ് പെട്ടെന്ന് നടന്നു എന്നല്ലാതെ ആ മുൻകൈ എടുത്ത ആളുകളല്ല കേരളത്തിൽ രാമായണത്തെ ഉണ്ടാക്കിയത്. രാമായണം എന്നത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിലെ സകല മനുഷ്യരുടെയും, ജാതി മത വ്യത്യാസമില്ലാതെയും സകല മനുഷ്യരുടെയും, പ്രത്യേകമായിട്ട് ഞാൻ പറയാം, ജാതി വ്യത്യാസമില്ലാതെ സകല മനുഷ്യരുടെയുമാണ്. അതിനകത്ത് ഈ 100 വർഷം മുമ്പുണ്ടായ ഏതെങ്കിലും ഒരു സംഘടനയല്ല രാമായണത്തിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള മുന്നിൽ നിൽക്കുന്ന ആളുകളെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാ ആചാരങ്ങളും ഏതെങ്കിലും ഒരു കാലത്ത് മനുഷ്യൻ തുടങ്ങി വെച്ചതാണ്. താമസിച്ചു തുടങ്ങിയത് മോശമോ മുമ്പേ തുടങ്ങിയത് മഹത്തരമോ എന്ന് RDX കരുതുന്നില്ല. നമ്മളിപ്പോൾ കണ്ടതുപോലെ രാമായണം എന്ന മഹാ ഇതിഹാസത്തെയും രാമകഥയുടെ അനേകം പാഠാന്തരങ്ങളെയും ആഴത്തിലും പരപ്പിലും അറിയാനുള്ള അവസരം കൂടിയായി ഈ സന്ദർഭത്തെ RDX കരുതുന്നു.